ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. അത് തീർത്തോണ്ടിരിക്കുകയാണ്. പ്രവീൺ സംസാരിക്കാം. പ്രവീൺ സംസാരിക്കണ്ടേ? പ്രവീണിന്റെ മൈക്കുണ്ടല്ലോ. എന്താ സംസാരിക്കാത്തത്? ഇന്നലെ വരെ എന്തൊക്കെയാണോ പറഞ്ഞത് അതൊക്കെ മാറ്റി പറയുകയാണ് ഇപ്പോൾ UDF. ഒറ്റ ഉദാഹരണം മാത്രം എടുത്താൽ മതി. വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം വിരുദ്ധനാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വെള്ളാപ്പള്ളി നടേശനെ സംരക്ഷിക്കുന്നത് പിണറായി വിജയനാണ്, പിണറായി വിജയനും മുസ്ലിം വിരുദ്ധനാണ്. ഇതായിരുന്നു പ്രചാരണം. പ്രത്യേകിച്ച് മുസ്ലിം കേന്ദ്രങ്ങൾ, ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും ഒക്കെ മുന്നിട്ടിറങ്ങി നടത്തിയ പ്രചാരണം. ഇന്നിപ്പോൾ കോൺഗ്രസ് നേതാക്കൾ, മന്ത്രിമാർ വെള്ളാപ്പള്ളി നടേശനെ കാണാൻ പോകുന്നു. വെള്ളാപ്പള്ളി നടേശനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ മകനെയെങ്കിലും കണ്ടാൽ മതി. അങ്ങനെ തുഷാർ വെള്ളാപ്പള്ളിയെ കണ്ട് പൊന്നാട സ്വീകരിക്കുന്നു നമ്മുടെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ. ഇതെല്ലാം പുറത്തു നടക്കുന്നു. എന്നാൽ സഭയ്ക്കകത്തോ BJP അംഗത്തിന് പ്രത്യേക പരിഗണന നൽകുന്നത് UDF അറിഞ്ഞുകൊണ്ടായിരിക്കണം. അല്ലെങ്കിൽ സ്പീക്കർ അത്തരമൊരു തീരുമാനമെടുക്കില്ല. ചോദ്യം ചെയ്തത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും. സഭയിൽ നടന്ന സംഭവങ്ങളാണ്. കാണാം ആ ദൃശ്യങ്ങൾ. സർ, കേന്ദ്ര ഗവൺമെന്റ് ഒറ്റ ഒരു പോയിന്റ്. ഈ അടിയന്തര പ്രമേയത്തിനകത്ത് BJP ഒപ്പിട്ടിട്ടില്ല. പക്ഷെ അങ്ങേക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ ലിമിറ്റഡായിട്ട് പറഞ്ഞ് പോവുകയും ചെയ്യാം. അല്ല, അദ്ദേഹം ഇതിനകത്തെ കക്ഷിയല്ല, അദ്ദേഹം അതിനകത്ത് ഒപ്പിട്ടിട്ടില്ല. സർ, അതല്ല, വളരെ സ്പീക്കർ അനുവദിച്ച ഒരു കാര്യത്തെ സംബന്ധിച്ച് ചില നിലപാടുകൾ പറയാൻ അവസരം സ്പീക്കർ തന്നിട്ടുണ്ട്. ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് കാലാകാലങ്ങളിൽ കൊടുത്തിട്ടുള്ള നരേന്ദ്രമോദിജിയുടെ ഗവൺമെന്റ് രണ്ട് ഗവൺമെന്റിനെയും കാലഘട്ടത്തിൽ കൊടുത്ത കണക്കനുസരിച്ച് ഇവിടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രം ഒരു വിവേചനവും കാണിക്കുന്നില്ല എന്ന് ബഹുമാന്യായ മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. മറ്റൊന്ന്, അല്ല, തുടങ്ങിപ്പോയത് പുതിയ മെമ്പറാണ്. അദ്ദേഹം ഇതൊക്കെ പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹം തുടങ്ങിയ ഒരു പ്രസംഗത്തിൻ്റെ ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തിയെന്നൊരു ആക്ഷേപം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അതൊരു എക്സെപ്ഷണൽ കേസായിട്ട് ശ്രീ ഗോപൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കേട്ടില്ല. മൈക്ക് ഇല്ലില്ല, പ്രസിഡന്റ് അല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വിശദീകരണം കൂടി പറഞ്ഞത്. ഈ വിശദീകരണം പറഞ്ഞത് പ്രസിഡന്റ് ആകാതിരിക്കാൻ വേണ്ടിയാണ്. അദ്ദേഹം പുതിയ മെമ്പറാണ്, അദ്ദേഹം സംസാരം തുടങ്ങിയാണ്. ഇതിലല്ലായിരുന്നു എന്ന് വരികിൽ മെയ്ഡൻ സ്പീച്ച് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനൊരു പ്രിവിലേജും ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങ് തുടങ്ങിയത് കഴിയുന്നത്ര വേഗം ലിമിറ്റ് ചെയ്ത് അടുത്ത വോക്കൗട്ട് പ്രസംഗത്തിലേക്ക് നമുക്ക് പോകണം. സർ, കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിന് കൊടുത്ത് വരുന്ന നികുതിയെ സംബന്ധിച്ച്, അതിന്റെ വർധനവിനെ സംബന്ധിച്ചും ബഹുമാനായ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. രണ്ട് ഗവൺമെന്റും തുടർച്ചയായി ഈ സംസ്ഥാനം ഭരിച്ച ഒരു സെക്കൻഡ് മെയ്ഡൻ സ്പീച്ച് അല്ലേ, നമ്മളൊരു സാവകാശം കാണിക്കൂ. മെയ്ഡൻ സ്പീച്ച് അല്ലേ, അത് ലിമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, തീർന്നുകൊണ്ടിരിക്കുക. ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. അത് തീർത്തോണ്ടിരിക്കുകയാണ്. പ്രവീൺ സംസാരിക്കാം. പ്രവീൺ സംസാരിക്കണ്ടേ? പ്രവീണിന്റെ മൈക്കുണ്ടല്ലോ. എന്താ സംസാരിക്കാത്തത്? പ്രതിപക്ഷ നേതാവ്. ബഹുമാനപ്പെട്ട സ്പീക്കറുടെ ഉദാരമനസ്കതയാണ് ഇവിടെ പ്രകടമായത് എന്നാണ് തോന്നുന്നത്. പക്ഷേ നമ്മുടെ ദീർഘമായ സഭയുടെ പ്രവർത്തന പാരമ്പര്യവും ചട്ടങ്ങളും ഒക്കെ അങ്ങക്ക് നല്ലതുപോലെ അറിയാവുന്നതാണല്ലോ. അതിൽ നിന്നുള്ള വ്യതിയാനമായി പോയത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ഉദാരമനസ്കത വേണ്ടേ? നമുക്കൊരു ഉദാരമനസ്കതയോടുകൂടിയൊക്കെ നമ്മൾ ഇപ്പോഴേ അങ്ങനെ ശത്രുപക്ഷത്തോട്ട് പോകണ്ട. ആ വ്യതിയാനം
ഈ വാക്കൗട്ട് പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഈ അംഗത്തിന് സമയം കൊടുക്കണമെങ്കിൽ അങ്ങയുടെ ഡിസ്ക്രിപ്ഷൻ പവർ അനുസരിച്ച് ചെയ്യാമായിരുന്നു. അതല്ല അങ്ങ് ചെയ്തത്. പുതിയ മെമ്പർക്ക് ചട്ടങ്ങളുടെ ലംഘനം വരുത്തിക്കൊണ്ട് അനുമതി കൊടുക്കുകയാണ് ചെയ്തത്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അങ്ങിപ്പോ പറയുന്നത് ഇതൊരു പ്രസിഡൻസ് ആയാലും ഇല്ല, പ്രസിഡന്റ് അല്ലെന്ന് ഞാൻ തന്നെ പറഞ്ഞു. അദ്ദേഹം ഒരു മെയ്ഡൻ സ്പീച്ച് നടത്താൻ അർഹതയുള്ള ഒരാളാണ്. അദ്ദേഹം ഈ സഭയിൽ ആദ്യമായിട്ട് വരികയാണ്. അപ്പോൾ അദ്ദേഹം ഒരു സംസാരം തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ അതിൻ്റെ അവിടെ വെച്ച് കട്ട് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് അതെൻ്റെ പാരമ്പര്യം എന്നെ അനുവദിക്കുന്നില്ല. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ ഇപ്പോൾ നമ്മളത് പറഞ്ഞു, തീർന്നോ, പ്രശ്നം തീർന്നു. പ്രവീണിനെ നമ്മൾ വോക്കൗട്ട് പ്രസംഗത്തിന് വേണ്ടി വിളിക്കുകയാണ്. അങ്ങ് കഴിയുന്നത്ര ലിമിറ്റ് ചെയ്ത് സംസാരിച്ചാൽ ഉപകാരം. പുതിയൊരു മെമ്പർ എന്ന നിലയിൽ സാറുടെ ഉദാര മനസ്കത ഞങ്ങളോട് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.